പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം, സ്നേഹവന്ദനം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ജനുവരി 7-ാം തീയതി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇവിടെ പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. ഇത് മനോഹരമായ ഒരു സംഭവമാണ്. കാര്യം, അതാ ദിവസങ്ങളിലെ അതിരാവിലെ കർത്താവിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയണത് എന്തൊരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഇത് അപാരമായ ഒരു ആധ്യാത്മികതയാണ്. ശേഷം നമിച്ച കൈകൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഇപ്പോൾ ലോകം മുഴുവനും ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ വലതുകരത്തിന്റെ ആണിപ്പഴുതാർന്ന അത്ഭുതകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ യാത്രകള്, ജോലികള്,
ഇന്ന് ഏർപ്പെടുന്ന ഉദ്യമങ്ങള്, ഉദ്യോഗങ്ങള്, നിങ്ങളുടെ സഞ്ചാരങ്ങള്, നിങ്ങളുടെ ഇടപെടലുകള്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത യാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഓർത്ത് വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ വേദനിക്കുന്ന മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 32 വർഷം അർപ്പിച്ച കൃപാന്റെ ബലികളെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. രോഗികളെ നീ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തണം. കർത്താവെ, ഓരോരോ കോൺട്രാക്റ്റുകൾ, കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അവർക്ക് നിർണായകമായ ദിവസമായിരിക്കാം ഇന്ന്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. രജിസ്ട്രേഷൻ പോണവരുണ്ട്, ഓരോരോ പരീക്ഷകൾ, പഠനങ്ങൾ, പറമ്പുകൾ ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട്. അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാൻ ഇടയാക്കണം. കർത്താവെ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീട്ടിന് ആവശ്യമായ കാരണങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസിന് പോകുന്നുണ്ട്. കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം. ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകളെ നീ ആശീർവദിക്കണം. കർത്താവെ, ആ ചെക്ക് എന്തെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം രജിസ്റ്ററുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നടക്കുന്ന കാര്യമാണ് കർത്താവ്, എത്രയും വേഗം കാലവിളമ്പം കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല, ആരെയും കണ്ടല്ല, അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെൻ്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട്, ചില ആൾക്കാർ ചില ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കർത്താവിൻ്റെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇടിച്ചിറങ്ങി കർത്താവിൻ്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരകമായ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഡിപ്രഷൻ ബാധിച്ച മാനസിക അവസ്ഥകളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുകി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ ആശീർവദിക്കുകയും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങൾക്ക് അടയാളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മളെ ഓരോ ദിവസവും ആത്മാവിലും ആത്മീയതയിലും ക്രിസ്തുവിലും വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ തന്നെയാണ്. ഇന്നലെ എത്രയോ പുതിയ കോശങ്ങൾ രാത്രി ഉണ്ടായല്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഈ കായലിലൊക്കെ വീശാൻ പോകുന്നതൊക്കെ ഉറക്കം നിൽക്കേണ്ടി വരും. ഉറക്കം നിന്നൊക്കെയാണ് വീശണത്, അല്ല വീശണത്. അവർ 100 ഗ്രാം ഈന്തപ്പഴം മേടിച്ചിട്ട് പോകും. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വീശി കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ഈന്തപ്പഴം ഞാൻ മടിയിൽ മീൻപിറ്റ കാശും കൊണ്ടുവരികയാണെന്ന്. പ്രിയപ്പെട്ടവരും അടുപ്പമുള്ളവർക്ക് വേണം, ഇടവക്കാരാണ്. നല്ല ചെയ്ത് ഈന്തപ്പഴം കൊണ്ടുപോയി. ഞാൻ ഈന്തപ്പഴം എന്തിനാണ് പറഞ്ഞു, ഈന്തപ്പഴം രാത്രി ഉറക്കം നിൽക്കുമ്പോൾ കുറേ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടത്തില്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കേ. അപ്പോൾ രക്തം ഉണ്ടാകാൻ വേണ്ടി ഈന്തപ്പഴം രാത്രി കഴിക്കുമെന്ന് ഞാൻ ബേസ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എനിക്കത് പുതിയ അറിവായി കിട്ടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോശങ്ങളും അതുപോലെ ബ്ലഡും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് നമുക്കത് ലഭിക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മികയിൽ ഇതുപോലെ കോശ വളർച്ചയുണ്ട്. ആധ്യാത്മിക കോശം എപ്പോഴും ഇപ്പോൾ കരിസ്മാറ്റിക് കാലങ്ങളിൽ ആൾക്കാർ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി മകളെയൊക്കെ ഞാൻ കല്യാണം ഒത്താ പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥനക്കാരനാണ്. അങ്ങനെ പുതിയൊരു ഒരു വർഗം ഉണ്ടാകുകയാണ്. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ അയാൾ പ്രാർത്ഥനയ്ക്ക് നടക്കുന്നയാളാണെന്ന്. വീടുകളിലൊക്കെ പ്രാർത്ഥിച്ച്
പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആദിമസഭയിൽ പ്രബോധനങ്ങൾ. പ്രാർത്ഥന ഒരു ഘട്ടമാണ്. നമ്മൾ സാധാരണ വിശ്വാസി, പ്രാർത്ഥനയുള്ള ആൾ, സാക്ഷ്യപ്പെടുത്തുന്ന ആൾ, അതിനുശേഷം പിന്നീട് നമ്മൾ പ്രബോധിപ്പിക്കുന്നവരായിട്ട് മാറും. നമുക്ക് ആ വചനം എടുക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചെന്നറിയാം, നിങ്ങൾ ഏത് നിലവാരത്തിലുണ്ടായാലും ഇന്നലത്തെ ആധ്യാത്മികത ഇന്ന് പറ്റത്തില്ല. ഇന്ന് കുറച്ചുകൂടി വളർച്ച ദൈവതിരുസേനയെ കാണിക്കുമ്പോഴാണ് വിശ്വാസം നീതീകരിക്കുന്നത്. 6:1 എടുത്ത് ഹെബ്രായർ ലേഖനം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ. അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിൽ പല പാഠങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പോഴ് പ്രഥമ പാഠങ്ങളിൽ കുറച്ച് പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിരിക്കും. ഇപ്പോഴും ആൾക്കാർക്ക് നമസ്കാരവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു 4ാം ക്ലാസ്സുകാരനാണ്, അല്ല 4ാം ക്ലാസ്സുകാരത്തിയാണ്. പിന്നെ എന്താണ് പക്വതയ്ക്ക് വളരാൻ? എങ്ങനെ വളരണമെന്നാണ് പറയണത്? 1 കൊരിന്ത്യർ 14:26 എടുത്തേ. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശം എന്ന് പറയുന്നത് പ്രബോധനമാണ്, ഉപദേശിക്കുക. അത് കൗൺസിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് കൃപാസനത്തിൽ ഒരു അച്ഛൻ രാവിലെ കുർബാനയിൽ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ കൊല്ലവും 2023 9,000 പേര് ആത്മഹത്യ ചെയ്തു. 2024 10,000 പേര് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. അപ്പോഴെന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നത് കൗൺസിലിംഗ് ആണ്. ആദിമസഭയിൽ അത് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കൗൺസിലിംഗ് അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും ഒക്കെ ഏൽപ്പിക്കുക. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും ആ വചനം വായിച്ച് നിങ്ങൾ ഹെബ്രായർ 5:12 വായിച്ച് നോക്കിയേ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം, പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതായത് സഭ വളരുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വളർച്ച, ജനങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളല്ലേ ഇപ്പോൾ പോണത്. ആ സാഹചര്യങ്ങൾക്കെല്ലാം ഈ ധ്യാനകേന്ദ്രങ്ങൾക്ക് എന്തുമാത്രം മനുഷ്യൻ ആത്മഹത്യ രക്ഷപ്പെടുത്തിയെന്നറിയാമോ? പക്ഷേ അതെന്ന് പറഞ്ഞ ഒരു കേന്ദ്രീകരണമായിട്ടുള്ള ഒരു ശുശ്രൂഷകളുപരി സഭ തന്നെ എല്ലാവരും വളരണം. അല്ലാതെ എല്ലാ കാലത്തും പെരുന്നാളും നടത്തി ചെണ്ടയും മുത്തുകുടയും നടക്കണ ആ അഭ്യാസങ്ങൾ അത് ഒരു പരിധിയാണ്. അതെല്ലാം വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളാണ്. അത് പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രബോധകരായി മാറണം. പരസ്പരം ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരുമ്പോൾ ആ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മളെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം. അപ്പോൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കൊരു മോറൽ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ, ആധ്യാത്മികമായ ക്രെഡിബിലിറ്റി നേടിയെടുക്കുമ്പോഴാണ് വിശ്വാസ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസ വളർച്ച പ്രാപിച്ചാൽ മാത്രമേ സഭയിലുണ്ടാകുന്ന മറ്റംഗങ്ങളെ, ഏത് സഭയിൽ തന്നെയല്ല പുറത്തുള്ളവരായാലും മനുഷ്യനായാലും മാനസിക അപകടത്തിലൊക്കെ പെടുന്ന ആൾക്കാരെ സന്ധിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണ സഭയ്ക്ക് മാത്രമേ എല്ലാ കാലങ്ങളിലും പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ സമാധാന കാലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ. സഭയുടെ സമാധാനകാല പ്രസക്തി അല്ലാതെ അസമാധാന കാലത്തെയും യുദ്ധകാലങ്ങളിലുമുള്ള പ്രസക്തി ഭക്തി നിലനിൽക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുമ്പോഴാണ്. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഒന്നിനൊക്കെ വായിക്കാം. 1 കൊരിന്ത്യർ 14:26. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ആത്മീയമായിട്ട് ആത്മാവിൽ വളരാനും കൃപയിലും നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉപദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും. ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ തന്നെ സൊഡാലിറ്റി, ലിജോ മേരി ഉണ്ടായിരുന്നു. അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും. ഇന്നിപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും. ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശ് സമയം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് സീരിയസ് വിഷയമാണ്. സഭയുടെ സ്വത്തെന്ന് പറയണത്
പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ്. വളരുന്നവരെ പ്രാർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം. നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം, മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്കതിനെ നിലനിൽക്കാൻ കഴിയും. മറ്റുള്ളവരെ, നമ്മുടെ ഒപ്പം മറ്റുള്ളവരെയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.